ആരാണ് അയ്യപ്പന്റെ ശബരിമലയിലെ സ്വർണ്ണക്കള്ളന്മാർ? സ്വർണ്ണപ്പാളികളുടെ തൂക്കത്തിൽ 4 കിലോയാണ് കുറഞ്ഞത്. മാത്രമല്ല, ഇപ്പോൾ ഇത് ശബരിമലയിലെ സ്വർണ്ണ പീഠവും കാണാനില്ല. സ്വർണ്ണപ്പാളികളുടെ തൂക്കം കുറഞ്ഞതിന് പിന്നാലെ ദ്വാരപാലക ശില്പപീഠങ്ങളും കാണാനില്ല. ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണ്ണപീഠം കൂടി നിർമ്മിച്ചു നൽകിയിരുന്നതായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. എന്നാൽ ഈ പീഠങ്ങൾ ഇപ്പോൾ എവിടെ പോയി എന്ന സ്പോൺസർ ചെയ്ത ആൾക്കും ദേവസ്വത്തിനും അറിയില്ല. ശബരിമലയിൽ ഇതാണ് നിലവിലെ അവസ്ഥ. സർക്കാരിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സർക്കാർ നിയമിക്കുന്ന ദേവസ്വം ബോർഡ് എന്ന സർക്കാരിന്റെ നിഴൽ ഭരണമാണ് ശബരിമലയിൽ. സർക്കാരിന്റെ ആളുകൾ തന്നെയാണ് ശബരിമലയിലെ തിരുവിതാംകൂർ ദേവസ്വം ഭരിക്കുന്നത്. ആ നിലയ്ക്ക് സ്വർണം കാണാതാകുന്നതിന്റെ ഉത്തരവാദിത്വം ആദ്യം പറയേണ്ടത് ദേവസ്വം ബോർഡാണ്. അയ്യപ്പന്റെ സ്വർണം എവിടെ പോയി? ദേവനെ കാക്കാൻ നിയോഗിച്ച ചുമതല ഏൽക്കുന്നവർക്ക് ദേവന്റെ വിലപിടിച്ച ആഭരണവും മറ്റും സൂക്ഷിക്കാനാകുന്നില്ല. ശബരിമലയിൽ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാകും എന്ന് വിശ്വസിക്കാനാകില്ല. ദേവസ്വം ഭരിക്കുന്ന ഗുരുവായൂർ, കൊട്ടിയൂർ തുടങ്ങിയ എല്ലാ ക്ഷേത്രത്തിലെയും സ്വർണ്ണശേഖരം ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയാലോ എത്ര സ്വർണം കിട്ടിയെന്നും എത്ര ബാക്കിയുണ്ട് എന്നും എത്ര കാണാനില്ലെന്നുമൊക്കെ അറിയാനാകും.